என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு சொல்ல ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. നമ്മൾ ഒരു ലോൺ എടുത്തു, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു, ഒന്നും പറയണ്ട, തലവേദന, ഒന്നും നടന്നില്ല. അത് കുറേ കാലങ്ങളായിട്ട് ഞാൻ തെറ്റിയടച്ചു. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ വന്നു, ജോലി നഷ്ടപ്പെട്ടു, കുറേ മാസങ്ങളായി ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. ലോണിൻ്റെ ആൾക്കാർ വീട്ടിൽ കയറി ഇറങ്ങിപ്പോയി. അങ്ങനെ ടെൻഷൻ അടിച്ചതായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെ വെക്കോ കുറച്ചു കാലം പെൻഡിങ് ആക്കി നിർത്തി. ഞാൻ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ബാങ്കിന്റെ ഏതോ ഒരു ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ ആളെന്നെ വിളിച്ചു. ആള് നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ സംസാരിച്ച് പുള്ളി എനിക്ക് പലിശ എന്റെ മുതലിന്റെ കുറെ ഭാഗമൊക്കെ ഒഴിവാക്കി തന്നുകൊണ്ട് എന്റെ ലോൺ ക്ലോസ് ചെയ്തോളാൻ ഒരു ഓഫർ വെച്ചു. ദൈവത്തിന്റെ പുണ്യം, ഞാനതിപ്പോ ഒന്നും നോക്കിയില്ല. നമ്മുടെ സ്വർണ്ണോ എന്തൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നൊക്കെ നുള്ളിപ്പറക്കി കൊണ്ടുപോയി ഞാൻ ആ ലോൺ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ആത്മസമൃദ്ധി, ബാധ്യത ഒഴിവായില്ലോ, തലക്കാൻ അങ്ങോട്ട് ഒഴിവായി. ഇതിപ്പോ നടന്നിട്ട് ഇപ്പൊ ഒരു 3-4 വർഷമായി ഇതൊക്കെ നടന്നിട്ട്. പക്ഷേ ഇപ്പോ ഞാൻ ഓക്കെയാണ്. എന്റെ ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ നല്ല രീതിയിൽ ഞാൻ പിക്കപ്പായി വന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോ ഞാൻ ലോണ് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ബാങ്കിലൊരു ഓഫറൊക്കെ അതുപോലത്തെ ഒരു MNCയിലൊക്കെ എനിക്കൊരു ജോലി വന്നു. പക്ഷെ എന്റെ സിബിൽ ആകെ പ്രശ്നമായി. അന്ന് ലോണ് ക്ലോസ് ചെയ്ത ആളെ എനിക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല. ആ കമ്പനിക്കാർ പറയണത് സെറ്റിൽമെന്റ് എടുത്തു എന്ന് പറയണം. സെറ്റിൽമെന്റ് ചിലപ്പോ ഈ വീഡിയോ കണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരും ഈ പറഞ്ഞൊരു ക്രൈറ്റീരിയയോട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അതായത് ലോൺ സെറ്റിൽ ചെയ്യാൻ, അതായത് ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ എടുത്ത് നിങ്ങൾ അടവോട് തെറ്റിക്കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ, അതായത് NPA എന്ന് പറയും, നോൺ പെർഫോമിംഗ് അസറ്റ്. അതായത് നിങ്ങൾ NPA കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് അങ്ങനത്തെ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് RBI നിന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഇതുണ്ട്. അതായത് ലോൺ ഇങ്ങനെ ഡിഫോൾട്ട് ആക്കി പോണ കസ്റ്റമേഴ്സിനെ നടത്താൻ പാടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എമൗണ്ടിൽ നിങ്ങളെ ഈ പറഞ്ഞ കുറവ് എമൗണ്ടിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. മനുഷ്യനാണ്, പൈസ കുറവ് കിട്ടുമ്പോൾ നമ്മളെ ഇവിടെ നേരെ കൊണ്ടുപോയി പൈസ ചെയ്യും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് സിബില് അതുപോലത്തെ സംഭവം ഇല്ലാതെ നമുക്കൊരു നല്ല ജോലിയോ ഭാവികളിൽ വേറെ ലോൺസ് കിട്ടില്ല. അപ്പൊ അങ്ങനെ സഫർ ചെയ്യുന്ന കുറെ ആൾക്കാർ അറിയാം. ചിലപ്പോൾ നിങ്ങളായിരിക്കും എടുത്തിട്ടുണ്ടാവുക. നിങ്ങളുടെ പേരിൽ നിങ്ങളൊരു കൂട്ടുകാരൻ ലോൺ എടുത്തു, അവൻ അടച്ചില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് എടുത്തു കൊടുത്തു, അവൻ അടച്ചില്ല, നിങ്ങളുടെ സിബില് പോയി. അപ്പോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ്. ഞാൻ അതിൽ ലോൺസിനെ കുറിച്ചിട്ട് ഒന്നും സംസാരിക്കില്ല. ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷനാണ് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറയാൻ പോകും. അപ്പൊ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ കിടക്കുന്ന ആളാണിച്ചാല് നിങ്ങൾ നല്ലൊരു ഫോർമുല എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് അന്ന് നിങ്ങൾ ഒഴിവാക്കിയ എമൗണ്ട് നിങ്ങളുടെ സിബിലിൽ കാണിക്കുന്നുണ്ടാവില്ല. ഇത്ര രൂപ വന്നിട്ട് എഴുതി തള്ളിയിട്ട് അല്ലെങ്കിൽ ഇത്ര രൂപ ഇപ്പോഴും ഡ്യൂസ് ഉണ്ട് കയ്യിൽ കാണിക്കുന്നുണ്ടാവും. പക്ഷെ ലോൺ ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെടുക. അവർ പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ തന്നില്ല വെച്ചാൽ നിങ്ങൾ ഓംബുഡ്സ്മാൻ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട്. ഒരുവിധം ഡീറ്റെയിൽ ആയിട്ട് ആ ബാങ്കിന്റെ ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അന്ന് നിങ്ങൾ വിട്ടുപോയ എമൗണ്ട് തിരിച്ചടച്ച് നോർമൽ ആക്കിയിട്ട് അക്കൗണ്ട് ഫോർക്ലോസ് ചെയ്യാൻ പറ്റും. ഫോർക്ലോസ് അല്ലെങ്കിൽ നോർമലായിട്ട് ക്ലോസ് ആവുന്ന രീതിയിലേക്ക് ആ അക്കൗണ്ട് മാറ്റാൻ പറ്റും. ഈ സെറ്റിൽമെന്റ് ടാങ്ക് കിടക്കണോണ്ടാണ് നിങ്ങൾക്ക് സിബിൽ കയറാത്തത്. അപ്പോൾ നിങ്ങൾ ഫോർക്ലോഷറിലേക്കുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ആ ലോൺ ഇപ്പോൾ ക്ലോസ്ഡ് അയച്ചാൽ റീഓപ്പൺ ചെയ്യാം. ഇതൊക്കെ എല്ലാ ബാങ്കിലും പറ്റും. പക്ഷേ ചിലപ്പോൾ പുതിയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ പണിയെടുക്കാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറെ പേരൊന്നും ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, സോറി നമ്മുടെ ബാങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ ഫിനാൻസിൽ ഇങ്ങനെയൊന്നും സംഭവം ചെയ്യുന്നില്ല, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നം ഇതൊന്നുമില്ല, അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കും. അപ്പൊ നിങ്ങൾ പുറകെ ഇരിക്കുക. കാരണം നിങ്ങളുടെ ആവശ്യമാണ്. ഇവരാരും ബന്ധപ്പെട്ട് കുറെ ഫോളോ അപ്പ് ചെയ്ത് നടന്നില്ലെങ്കിൽ നിങ്ങളൊരു മെയിലൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് സ്മെൽ അയച്ചാൽ ടാപ്പടായാണ് അതിന്റെ ഓപ്ഷൻ കിട്ടും. അങ്ങനെ ഈ ലോൺ ക്ലോസ് ചെയ്യാം. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിബിൽ എന്ന് പറഞ്ഞ സാധനം കയറും. അല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം ഈ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ, ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്, നിങ്ങൾ ചിന്തിക്കുന്ന അത്രല്ല, ഒരു 100 ആളെടുത്തിട്ടുണ്ടെങ്കിൽ 10 ആള് ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരിക്കും. ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പോഴല്ല, നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഇതിപ്പോ ഒരു 10-25 വയസ്സിൽ സാധനം ചെയ്ത് ഒരു 10-40 വയസ്സിൽ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ സാധനം കല്ലുകടി പോലെ കിടന്ന് നിങ്ങൾക്ക് ലോൺ ഒരു തേങ്ങ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പൊ തന്നെ അതിനൊരു നടപടിയായിട്ട് എത്രയും പെട്ടെന്ന് പൈസ കുറച്ചിട്ടുണ്ടോ പണിയാണ്, എത്രയും പെട്ടെന്ന് പോയി ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഇപ്പൊ നിങ്ങൾക്കൊരു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ
അവർക്ക് പുറത്ത് ഒരു ലോൺ എടുത്ത് പുറത്ത് പോകുന്ന എഡ്യൂക്കേഷൻ. അപ്പൊ അച്ഛന്റെ അമ്മയുടെ ബേസിലാണ് ലോൺ കൊടുക്കുക, മകന്റെ ബേസിലല്ല കൊടുക്കുക. അപ്പൊ അച്ഛന്റെ അമ്മയുടെ സ്ഥിതി നോക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനത്തെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. നിങ്ങളിപ്പോ എത്ര സ്വത്തുള്ള ആളായാലും അത് ജാമ്യം വെച്ചെടുക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടും, നിങ്ങളുടെ സമയത്തിന് ഈ സാധനം കിട്ടില്ല. അപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പറയാ സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി പാടും, എത്രയും പെട്ടെന്ന് അത് കൊണ്ടുപോയി ക്ലിയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ കുറെ പേരൊക്കെ ഞാൻ ഈ വീഡിയോ കണ്ടുണ്ടെങ്കിൽ അവരിങ്ങനത്തെ പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ സാധനം കാണുന്നുണ്ടായിരിക്കുക. നിങ്ങളൊരു ബജാജിന്റെ ഒരു മൊബൈൽ ഫോൺ പോയി എടുക്കാൻ നോക്കിയാലും പറ്റില്ല എന്നായിരിക്കും പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷനിലാവണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ആ ലോൺ റീ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ആ കാർഡിന്റെ സാധനം റീ ഓപ്പൺ ചെയ്യുക, ബന്ധപ്പെട്ട ആൾക്കാരെ ബന്ധപ്പെട്ടുകൊണ്ട് ആ സാധനം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലക്കി മെൻ ചാനലിന്റെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്ത വീഡിയോ. ഇത് ആരെങ്കിലും ഹെൽപ്ഫുൾ ആവുന്ന ഷെയർ ചെയ്യുക. അടുത്തൊരു കിടലം അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ, അത് നമ്മൾ അറിയുന്ന വെച്ചാൽ നമ്മൾ ചെയ്തുതരും. ഇത്രയും പറഞ്ഞുകൊണ്ട് സൈൻ ഔട്ട് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.